ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിലേക്ക് പോകാൻ പോവുകയാണ്, അതായത് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പാർട്ട് 1 വീഡിയോ ആയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ലിങ്ക്. വീഡിയോസൊക്കെ ഇടൽ വളരെ കുറഞ്ഞു, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു മാസം ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ വരെ വൈകിയത്. നമ്മുടെ ടിപ്സും കെയറും ഒക്കെ അവിടെ സ്റ്റോപ്പായിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണം, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ പിന്നെ പുറപ്പെട്ടു കേട്ടോ. ഞാൻ ഈ മേക്കപ്പ് ചെയ്തത് അനൂസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞ മേക്കപ്പ് പിന്നെ ബ്യൂട്ടി പാർലറിൽ നിന്നാണ്. ആ മേക്കപ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ പാർട്ട് 1 ഇട്ടത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്, അച്ഛൻ്റെ കൂടെ ആട്ടോ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സാരിയൊക്കെ എടുത്തിട്ട് ബസ്സിന് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധൈര്യമൊന്നും എനിക്കില്ല. അപ്പോൾ കുറച്ച് വേഗത്തിൽ പോകേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല ടൈമായി, മുഹൂർത്തം വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ബസ് എന്നെ കാത്തു നിൽക്കും തോന്നില്ല. പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ബസ്സൊക്കെ വൈകിയിരുന്നു. നമ്മളെന്നാലും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വന്നത്. ഓട്ടോ അവിടെ പാർക്കൊക്കെ ചെയ്തിട്ട് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് പിന്നെ ട്രാവലറും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും സാവി മോനെ എന്തേ കാണാത്തേന്നല്ലേ. അപ്പോൾ സാവി മോനെയും കൂട്ടിച്ച് പാർലറിൽ പോയാലും മേക്കപ്പ് നടക്കലും ഒന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സാവി മോനെ ഞാൻ സേഫായിട്ട് അമ്മായിയമ്മയുടെ കയ്യിൽ വെച്ചിട്ടാട്ടോ പോയാലും. എനിക്ക് അവിടെ പോയവാൾ എൻ്റെ മോൻ എന്താക്കുക എന്നുള്ള ടെൻഷനായിരുന്നു. അവനെ മാറ്റിച്ചൊന്നും കൊടുക്കാനുള്ള ആ ഒരു സാവകാശം ഉണ്ടായിട്ടില്ല പുള്ളിക്കാരത്തേക്ക്. കാരണം എന്ന് വെച്ചാൽ അവിടെ കല്യാണത്തിന് തിരക്കാണ്. എന്നെ ഇത്രയും ഫ്രീ ആയിട്ട് വിട്ടത് വേറെ ആരെങ്കിലും ഈ സമയം ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വിടുക ഓരായതുകൊണ്ടാണ് വിട്ടത് ഗൈസ്. എന്നിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിന് പാവം. അപ്പോൾ എനിക്ക് നല്ല എൻ്റെ നമ്മളിപ്പോൾ എന്ന് പറയില്ലേ അമ്മായിയമ്മ പൂര് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കിട്ടില്ല അമ്മായിയമ്മയാണ്. ഞാനങ്ങനെ പൊക്കി പറയുന്നൊന്നുമല്ല, സത്യമാണ്. എനിക്ക് നല്ല ഒരു എന്താ പറയുക ഹെൽപ്ഫുള്ളാണ്. എന്നെ എന്തിനും സപ്പോർട്ടാണ്. വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാനും എന്ത് കാര്യത്തിനും ഒരു കൺട്രോളില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനെങ്ങാട്ട് കൂടുതൽ ഇഷ്ടം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാത്തത് കേട്ടോ. അതൊരു റീസണാണ്. പിന്നെ നമുക്ക് മിസ്സിങ് വരും, അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ ആ മുഹൂർത്തത്തിൻ്റെ ടൈം അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഹോട്ടലും പായലുമാണ്. അപ്പം അതിലിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ എടുക്കുന്ന ഗൈസ്. ഞാൻ എന്നെ ഒരുങ്ങിയ വീഡിയോയിൽ ഫോട്ടോസൊന്നും എടുത്തില്ല റെഡി കേട്ടോ. ആ ഒഴുങ്ങിയ സമയമുള്ള കാരണം തിരക്കിന് പിടിച്ച് പായുന്ന തിരക്കല്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ പരതുന്ന ഹസ്ബൻഡ് ഞാൻ നല്ല സെറ്റായി. ഞാനാ പറഞ്ഞത് നമ്മൾ എൻ്റെ അതേ മോഡൽ പുള്ളിക്കാരൻ ഇടൂല. അപ്പോൾ പറഞ്ഞ് ഞാൻ വൈറ്റ് ഇടാം. അങ്ങനെ പുള്ളിക്കാരനും ഭാവിയും വൈറ്റ് സെറ്റ് ചെയ്തു. പിന്നെ മുണ്ടെടുക്കാൻ താല്പര്യമില്ലാത്ത കക്ഷിയാണ് എൻ്റെ പുരുവൻ. അപ്പോൾ പുരുവൻ നമ്മളെ ഭാഷയിൽ അങ്ങനെയെല്ലാം പറയും കേട്ടോ. വെറുതെ ഒരു അതിശോക്തിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം മോനും പിന്നെ ഹസ്ബൻഡും ഒക്കെ ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ കേട്ടോ. പിന്നെ എനിക്ക് ഗേളാണെങ്കിൽ ഞാൻ അവളെ വിടൂല. എൻ്റെ അതേ ടൈപ്പ് പോലത്തെ എന്തെങ്കിലും ഞാൻ ഉടുപ്പ് തന്നിക്കും. ബോയ് ആയതുകൊണ്ട് അച്ഛൻ്റെ കൂടെ അത്ര മാച്ചിങ് അല്ലേ നമുക്ക് അനുവദിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനങ്ങ് വിട്ട് ഗൈസ്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒക്കെ എല്ലാവരും റെഡിയായി. ഇനി നമ്മൾ ട്രാവലറിന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ട്രാവലർ വന്നു. ട്രാവലറിൽ കയറാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ആരും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്ത വീടാണ് ഇപ്പോഴത്തെ നിൽക്കുന്ന വീട്. അപ്പോൾ മുന്നേ ഉള്ള സ്ഥലത്തു നിന്നാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത് ആ ഓഡിറ്റോറിയത്തിൽ. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല, എല്ലാവരും അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ട്രാവലറും ഭയങ്കര ഫ്രീ ആയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പുറപ്പെട്ടു ഗൈസ്. കുറച്ച് പോകാനുണ്ട്, ഒരു 10-20 മിനിറ്റ് ഓട്ടം ഉണ്ട് നമ്മുടെ വീടിൽ നിന്ന് ആ ഒരു ഇതിലേക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറപ്പെട്ടു. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കല്യാണത്തിന് ഇത്രയും ഫ്രീ ആയിട്ട് ഒരു 3-4 ആളും ഒരു ട്രാവലറും പോകുന്നത്. സത്യത്തിൽ 2 ട്രാവലർ ഉണ്ടായിരുന്നു, ആള് വളരെ കുറവായിരുന്നു. എല്ലാവരും അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. പക്ഷെ റിട്ടേൺ വരുമ്പോൾ എന്തായാലും ആളെ പ്രതീക്ഷിക്കാം നമുക്ക്. ഇപ്പം ഈ കാണുന്ന ആളേ ഉള്ളൂ കേട്ടോ. സാവി മോൻ നല്ല അടിപൊളി സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ കാലവിടെ ഇങ്ങനെ സ്തംഭിച്ച പോലെ ആയിട്ട് ഇരുന്നിട്ടുള്ള. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി കേട്ടോ. ഇതാണ് ഓഡിറ്റോറിയം. ശ്രീകുറുമ്പ അമ്പലം ഉണ്ട് ഇവിടെ. ആ അമ്പലത്തിൻ്റെ ബേസ്ഡ് ആയിട്ടൊരു ഓഡിറ്റോറിയം കേട്ടോ ഇത്. അപ്പോൾ നമ്മളവിടെ എത്തി. ഹസ്ബൻഡ് ബൈക്കിലാട്ടോ വരുന്നത്. ഞാൻ മനസ്സോട് ട്രാവലർ കയറി കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ സാരി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ 2 സൈഡായിട്ട് ഇരിക്കാൻ പറ്റില്ല, 1 സൈഡായിട്ട് ഇരിക്കണം. എനിക്കാവൂല. അതുകൊണ്ട് ഗൈസ് ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ട്രാവലറിൽ വന്നു. സാരിയില്ല, മോനൊക്കെ ആയി കഴിഞ്ഞു ഇങ്ങനെ തന്നെ. പിന്നെ സാരി നല്ല ഉറക്കമായിരുന്നു. പിന്നെ എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് സാരീനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെയിലുണ്ടായിട്ടില്ല.
കാരണം നമ്മളെ അമ്മയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയില്ലേ, നമ്മളെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു കല്യാണം കാണാൻ വന്നിട്ടില്ല. അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് പോലും, അങ്ങനെ കാണാൻ വരത്തില്ല. പക്ഷേ ഇപ്പം എല്ലാവരും കാണാൻ പോകുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരത്തി വന്നിട്ടില്ല. പിന്നെ എൻ്റെ അമ്മ കുറച്ചായിട്ടുള്ള എൻ്റെ അമ്മേൻ്റെ അമ്മ മരിച്ചിട്ട്, അതുകൊണ്ട് എൻ്റെ അമ്മയും വന്നിട്ടില്ല. 2 അമ്മമാരില്ലാത്തതുകൊണ്ട് ഭയങ്കര സീനായിരുന്നു ഗൈസ്. എനിക്ക് എൻ്റെ മോനെ എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡ് പിന്നെ ഓൾ ഇൻ ഓളായിട്ട് നിൽക്കണമല്ലോ, അതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണ ചെക്കനാണ് ഇപ്പോൾ തൊട്ട് മുന്നേ കണ്ടത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. ഇതാണ് ചെക്കനും പെണ്ണും, അപ്പോൾ ഇതാണ് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കല്യാണ ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ അതേ മുഹൂർത്തമാണ് ഇവർക്കും കിട്ടിയത്. വളരെ നേരത്തെയാണ്. സാവി എത്ര നേരം നിൽക്കുന്നു ഒന്നും അറിയില്ല. പാല് ഞാൻ കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആൾക്ക് നമ്മുടെ ഈ ലാക്ടോജനും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ കുടിക്കുന്നുമില്ല. എന്ത് ചെയ്യാനാണ്, പുള്ളിക്കാരൻ മീൻസ് നമ്മുടെ സാവി മോൻ. അറിയില്ല ഗൈസ്, കുറച്ച് സമയം വാവേന അദ്ദേഹം എടുത്തു. എന്നാലും ഫുൾ ടൈം എൻ്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായത്. എനിക്ക് മടുത്തു സത്യം പറഞ്ഞാൽ. കല്യാണം കൂടിയിട്ട് വേഗം ഓടിപ്പോയാൽ മതി എന്നായി. ഫുഡൊന്നും കഴിക്കണ്ട എന്നുള്ള ലെവലിലെല്ലാം ഞാനായി. കാരണം എന്ന് വെച്ചാൽ വാവേനെ എടുക്കാനും മാറി മാറി അമ്മമാരുണ്ടാകുന്നതാണ്. എൻ്റെ അമ്മയും ഇല്ല, എൻ്റെ അമ്മയും ഇല്ല, ആരും ഇല്ല. കണ്ട എൻ്റെ അവസ്ഥ കണ്ട. കല്യാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനിവിടെ ഇങ്ങനെ വാവേനെ എടുത്തിട്ട് ഓടിക്കളിക്കണം ഗൈസ്. പിന്നെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആളൊന്നും ഇല്ല കല്യാണത്തിന്, വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. 2 സൈഡൊന്നും ആൾക്കാർ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ പെണ്ണിനെ, ഇതാണ് നമ്മുടെ പെണ്ണിനെ കൊണ്ടുവരുന്ന ആ ഒരു ഇത്. എൻ്റെ കല്യാണത്തിനൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങളത് ഓഡിറ്റോറിയത്തിൽ നിന്നല്ലല്ലോ, ഞങ്ങളത് പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഈ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര മിസ് ചെയ്യുന്നു. ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ തഗ്ഗിലാണ്. തഗ്ഗിൻ്റെ ശബ്ദം ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്ലേ ആകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് ഞാൻ വളരെ ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു നമ്മുടെ തഗ്ഗിലില്ലേ, നമ്മുടെ നല്ല ആ ഒരു ഇങ്ങനെ പറയുക, ആ ഒരു വലിയ ചണ്ട കൂട്ടിയിട്ട് എനിക്ക് ലൈവ് ആകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞത് അത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരാണ് അങ്ങനെ ചെയ്യേണ്ടത്. ആ പണ്ടത്തെ ഒരു മ്യൂസിക്കില്ലേ, ആ ഒരു എന്താ പറയുക, പണ്ടത്തെ കല്യാണ ചാലി കെട്ടുമ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിക്, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഫുഡിന് ഇരുന്നു. കാരണം വെച്ചാൽ വളരെ നേരത്തെ ഇരുന്നത്. കാരണം സാവീനെ അറിയാലോ, നമ്മൾ മോനായിട്ട് ഒറ്റയ്ക്ക് ഉള്ളത്, അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് വേഗം രക്ഷപ്പെടാമെന്നുള്ള ആ ഒരു ഇതിലാണ് ഇരുന്നത്. അച്ഛനുണ്ടായിരുന്നു, എന്നാലും സാറ നമ്മൾ വേഗം കഴിച്ചിട്ട് രക്ഷപ്പെടും ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ആവുന്നില്ല. കാരണം ഒന്നാമത് ഈ സാരി എടുത്ത് ഗോൾഡും ഇട്ട് മോനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ആയിട്ടില്ല. അങ്ങനെ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു ഗൈസ്. കാരണം നിങ്ങൾക്കറിയാലോ, എന്തായാലും സാവിമോനെയും കൊണ്ട് എനിക്ക് കുറച്ച് സമയം പോലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അമ്മയൊന്നും ഇല്ലാത്തതാണ്. സോ നമ്മൾ വേഗം പുറപ്പെട്ടു നമ്മളെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. അവിടുന്ന് കല്യാണക്കാരൊന്നും പുറപ്പെട്ടതൊന്നും ഇല്ല നമ്മൾ. പക്ഷേ നമ്മുടെ അതായത് ഭർത്താവിൻ്റെ അനിയൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ ഞാൻ അച്ഛൻ്റെ ഓട്ടോയിൽ നമ്മളെ വീട്ടിലേക്ക് പുറപ്പെട്ടു, അതായത് കല്യാണ വീട്ടിലേക്ക്. കാരണം എന്ന് വെച്ചാൽ ഇനി അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല സാവിമോനെയും കൊണ്ട്. നമ്മളങ്ങനെ ജോളിയായിട്ട് നമ്മൾ ഓട്ടോയിലേക്ക് തന്നെ പോയി. അങ്ങനെ ഗൈസ് നമ്മളെത്തി. ഭയങ്കര ടയേർഡായി. ഈ ഒരു കല്യാണം എന്ന് പറയുന്നതില്ലേ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിരിക്കും. അതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. വീഡിയോ എടുക്കുന്ന